ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നല്ലൊരു ഫ്രഷ് ഫീലിങ്സ് ആയിരുന്നു രാവിലെ തൊട്ട്. അപ്പൊ ഫ്രഷ് ഫീലിങ്സ് ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ഡ്രോയിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു തുടക്കം. ഫ്രഷ് ആയിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല ഉന്മേഷമായിരുന്നു അരയ്ക്ക്. അപ്പോൾ ഫ്രഷ് ആയിട്ട് എന്താ വരയ്ക്കാൻ ഉദ്ദേശിച്ചതെന്നല്ലേ? ഫ്രഷ് ആയിട്ട് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് മാതളനാരങ്ങയാണ്. പക്ഷെ മുകളിലത്തെ മാതളനാരങ്ങ കണ്ടിട്ട് നിങ്ങൾക്ക് ആപ്പിളായിട്ട് വല്ലതും തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. പിന്നെ ഇതിന്റെ ഫണ്ണായിട്ടുള്ള ഒരു പാർട്ട് എന്താന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഒത്തിരി പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നല്ല എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. നമുക്ക് ഏതൊരു കാര്യവും ഇൻട്രസ്റ്റോടെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒന്നാണിത്. വീഡിയോയിൽ കാണുന്നതുപോലെ റെഡ് വെച്ച് 2 റൗണ്ട് വരച്ചതിന് ശേഷം അതിന് കമ്പും ഇലയും എല്ലാം വരച്ച് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കളറുകൾ ബ്ലെൻഡ് ചെയ്ത് ചേർക്കണം. അതിന് ചേർക്കേണ്ട കളറുകൾ റെഡ്, ഓറഞ്ച്, യെല്ലോ എല്ലാമാണ്. സൈഡിലായിട്ട് അതിന് കുറച്ചുകൂടെ പെർഫെക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വയലറ്റും ബ്രൗണും ആഡ് ചെയ്യാം. അപ്പം അതിന് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നും. ഓറഞ്ചും യെല്ലോ എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ടും റെഡും വയലറ്റും ബ്രൗണും എല്ലാം അതിൻ്റെ റൈറ്റ് സൈഡിലായി വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇലയ്ക്ക് കളർ കൊടുക്കണം. ഇലയ്ക്ക് കളർ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറും മുകൾ ഭാഗത്തായിട്ട് ലൈറ്റ് ഗ്രീൻ കളറും വേണം കൊടുക്കാൻ. അത് വെറുതെ കൊടുത്താൽ പോരാ, നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒറിജിനാലിറ്റി അതിന് തോന്നാം. പിന്നെ കമ്പിൻ്റെ ഇലയുടെയും താഴ്ഭാഗത്തായിട്ട് ബ്രൗൺ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ മാതള നാരങ്ങ അവിടെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.